welcome back to JP's Junior. അപ്പോൾ എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ മിസ് ഇന്ന് വന്നിരിക്കുന്നതിലെ ഒരു ഷോർട്ട് ഏരിയ ആയിട്ടാണ് ട്ടോ. പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ യൂസിങ് ബാക്ടീരിയ. അതായത് ബാക്ടീരിയയിൽ നിന്നും നമ്മൾ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുക. ഇത് എക്സാമിന് അധികവും ചോദിച്ച് കാണാറുള്ള ഒരു ഏരിയ ആണ് ട്ടോ. പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ യൂസിങ് ബാക്ടീരിയ. അത് എക്സാമിന് സമയത്തും ഉണ്ടാവാറുണ്ട്. അതായത് ഇതിന്റെ ഫിഗർ തരും, ഇതിന്റെ ഫിഗർ തന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല് നിങ്ങളോട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ടെക്സ്റ്റിന്റെ അകത്തുള്ളൊരു ഫിഗർ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ആ ഫിഗർ തന്നിട്ട് അതിന്റെ കുറച്ച് സ്പേസ് ഒക്കെ, അതായത് കുറച്ച് സ്ഥലങ്ങൾ അവിടെ ഒഴിച്ചുകൂടെ വന്നിട്ട് അത് സ്പേസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയാറ് കേട്ടോ. അപ്പൊ നമുക്ക് എന്നാ കടന്നാലോ, പെട്ടെന്ന് കഴിയുന്നൊരു മിസ് വീണ്ടും പറയാണ്. ഇപ്പൊ പലരും വിചാരിക്കുന്നുണ്ടാവും, ഓ ഇത് എനിക്ക് അറിയുന്ന ഭാഗമാണല്ലോ, നോക്കണ്ടല്ലോ. പക്ഷെ അങ്ങനെ ഒന്നും വിചാരിക്കരുത്. നമ്മൾ ചിലപ്പോൾ നിസാരമായിട്ട് തള്ളിക്കളയുന്നതായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് ടഫായിട്ട് തോന്നാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കിയാലോ എന്നാ, പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ യൂസിങ് ബാക്ടീരിയ. ഓക്കെ, നിങ്ങൾ നോക്കാം. മനുഷ്യ DNA ഇതെന്ന് പറയുന്നത് ഒരു മനുഷ്യകോശമാണ് കേട്ടോ. ഇത് ഒരു മനുഷ്യകോശമാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ സെൽ, അതായത് ഹ്യൂമൻ സെല്ലാണ് കേട്ടോ. ഹ്യൂമൻ സെൽ. അതുപോലെ ഇത് ഒരു ബാക്ടീരിയൽ സെൽ, ബാക്ടീരിയയുടെ കോശമാണ്, ബാക്ടീരിയൽ സെല്ലാണ്. അപ്പൊ നമുക്കറിയാം നമ്മളെ DNA, നമുക്കറിയാലോ നമ്മളുടെ DNA, നമ്മുടെ അതിൽ എന്തുണ്ട്, DNA ഉണ്ട് അല്ലെ. അതുപോലെ ബാക്ടീരിയന്റെ ബോഡിയിലും DNA ഉണ്ട്. ഓക്കെ, അപ്പൊ ബാക്ടീരിയയുടെ DNA നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസ്മിഡ്. എന്താണ് വിളിക്കുക? പ്ലാസ്മിഡ്. നിങ്ങൾ നോക്കിക്കേ, നമ്മളെ DNA എങ്ങനെയാ? സ്പൈറൽ പോലെ എങ്ങനെയാണ് നമ്മളെ DNA ഉണ്ടാവുക. എന്നാൽ ബാക്ടീരിയയുടെ DNA എങ്ങനെയാ നോക്കിക്കേ? ഒരു സർക്കുലർ ഷേപ്പിൽ അല്ലെ, ഒരു വൃത്താകൃതിയിലാണ് അല്ലെ. അങ്ങനെ സർക്കുലർ ഷേപ്പുള്ള ഈ ഒരു DNA നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസ്മിഡ്. എന്താ വിളിക്കുക? പ്ലാസ്മിഡ്. ഒന്നുമില്ല, ബാക്ടീരിയയിലെ DNA നമ്മൾ വിളിക്കുക പ്ലാസ്മിഡ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്താണ് നമ്മുടെ DNAയിലുള്ള സെഗ്മെന്റ്സിനെ നമ്മൾ ജീൻസ് എന്ന് വിളിക്കുക അല്ലെ. അപ്പൊ നമ്മളെ DNAയിൽ ജീനുകളുണ്ട്, നമ്മളെ പല സ്വഭാവങ്ങളും നിർണ്ണയിക്കുന്ന ജീനുകളുണ്ട്. അതിൻ്റെ അകത്തുള്ള ഒരു ജീനാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീൻ. ഓക്കെ, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീൻ. അപ്പം നമ്മളെ ഹ്യൂമൻ DNA അകത്തുള്ള ഒരു ജീനുണ്ട്. ആ ഒരു ജീൻ എന്ന് പറയുന്നത്, ഒരു ജീനല്ല കുറേ ജീനുകളുണ്ട്. അതിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീനിനെ നമ്മൾ എന്ത് ചെയ്യും? മുറിച്ചെടുക്കും, അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. കത്രിക ഉപയോഗിച്ചായിരിക്കും മുറിച്ചെടുക്കുക? ആയിരിക്കും? ഒരിക്കലും അല്ല. നമ്മൾ എന്തുപയോഗിച്ചാ മുറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു എൻസൈം ഉപയോഗിച്ചാണ് കേട്ടോ. ഒരു എൻസൈം ഉപയോഗിച്ചാണ്. ആ എൻസൈമിന്റെ പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് അഥവാ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ജനറ്റിക് സിസേഴ്സ്. ഓക്കെ, ജനിതക കത്രിക. ജനിതക കത്രിക. അപ്പൊ ജനിതക കത്രിക എന്നറിയപ്പെടുന്ന ആളാണ് ആര്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീനിനെ നമ്മൾ മുറിച്ചെടുക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്തുപയോഗിച്ചാ മക്കളെ മുറിച്ചെടുക്കുക? ഈ ജനിതക കത്രിക ഉപയോഗിച്ച്, അതായത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? മുറിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? മുറിച്ചെടുക്കുക കേട്ടോ. ഇനി ഈ മുറിച്ചെടുത്ത് നമ്മൾ മുറിച്ചെടുത്തു. അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്മിഡിനെയും ഈ ഒരു ശരീരത്തിൽ നിന്ന് വേർതിരിച്ച് പുറത്തേക്ക് എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഇൻസുലിൻ ഉൽപാദക ജീനിനെ പ്ലാസ്മിഡിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. ഇത് നിങ്ങൾ നോക്കിക്കേ, ഇതല്ലേ നമ്മളെ മനുഷ്യന്മാരുടെ ജീൻ എന്ന് പറയുന്നത് അല്ലെ. ഇത്രയും ഭാഗം എന്താണ്? ജീനാണ് അല്ലെ. നമ്മളെ ജീനാണ്. ഇത് ബാക്ടീരിയയിലെ DNA ആയിട്ടുള്ള പ്ലാസ്മിഡ് ആണ്. ഇത്രയും ബാക്ടീരിയയിലെ DNA ആയിട്ടുള്ള പ്ലാസ്മിഡ് ആണ്. അപ്പൊ ഈ പ്ലാസ്മിഡിലേക്ക് നമ്മൾ അതിന് എന്ത് ചെയ്തു? കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. എന്തുപയോഗിച്ചാ കൂട്ടിച്ചേർക്കാം? നമുക്ക് ഫെവിക്കോളോ സൂപ്പർ ഗ്ലൂ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ജനിതക കത്രികയായിട്ട് ഉപയോഗിച്ച ഒരു എൻസൈമിനല്ലേ, അതുപോലെ തന്നെ നമ്മൾ
ജനറ്റിക് സിസേഴ്സ്, സോറി, നമ്മൾ ജനറ്റിക് ഗ്ലൂ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളുടെ ജനറ്റിക് ഗ്ലൂ അല്ലെങ്കിൽ ജനിതക പശ എന്ന് പറയുന്ന ആളെ പേരാണ് ലിഗേസ്. എന്താണ്? ലിഗേസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? നമ്മൾ ഈ ലിഗേസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ ഒട്ടിച്ചു ചേർക്കാണ് ചെയ്യാം. നമ്മൾ ജീനെ മുറിച്ചെടുക്കാൻ എന്ത് ഉപയോഗിച്ചിട്ടായിരുന്നു? ജീനെ മുറിച്ചെടുക്കാൻ എന്ത് ഉപയോഗിച്ചിട്ടായിരുന്നു? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. നമ്മൾ ഇതിനെ കൂട്ടിച്ചേർക്കുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാ? ലിഗേസ് യൂസ് ചെയ്തിട്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഇതാണ് നമ്മളെ, അതായത് ഇതായിരുന്നു നമ്മളുടെ DNA എന്ന് പറയുന്നത് അല്ലെ. സർക്കുലാർ ആയിട്ടുള്ള DNA ആയിരുന്നു. അതിലേക്ക് നമ്മൾ ജീനെ എന്ത് ചെയ്തു? ഒട്ടിച്ചു വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യാം? ഇത് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഇൻസുലിൻ ജീൻ കൂട്ടിച്ചേർത്ത പ്ലാസ്മിഡിനെ ബാക്ടീരിയ കോശത്തിൽ നിക്ഷേപിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു? അത് നിങ്ങൾ നോക്കിക്കേ. ബാക്ടീരിയയുടെ കോശത്തിൽ നമ്മൾ DNA ഓൾറെഡി നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ജീനെ നമ്മൾ കൂട്ടിച്ചേർത്തു. ആ ജീനെ വീണ്ടും നമ്മൾ ബാക്ടീരിയയുടെ കോശത്തിലേക്ക് കൂട്ടിച്ചേർക്കും. എന്നിട്ട് എന്താ സംഭവിക്കുക? വളർച്ചാ മാധ്യമത്തിൽ പെരുകിയ ബാക്ടീരിയകൾ പ്രവർത്തന സജ്ജമല്ലാത്ത ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. എന്താ വളർച്ചാ മാധ്യമം എന്ന് പറഞ്ഞാൽ? അതായത് ബാക്ടീരിയയ്ക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള നമ്മൾ വളർച്ചാ മാധ്യമം എന്ന് വിളിക്കാം. അങ്ങനെ ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ടോ, ഇതൊക്കെ ബാക്ടീരിയ. നമ്മൾ ബാക്ടീരിയനെ എന്ത് ചെയ്യും? ആ ബാക്ടീരിയ പെരുകും. ബാക്ടീരിയ നമ്മൾ കൾച്ചർ ചെയ്യും. അങ്ങനെ ബാക്ടീരിയ പെരുകും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ത് ഇൻസുലിനാണ്? പ്രവർത്തന സജ്ജമല്ലാത്ത, അതായത് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഇൻസുലിൻ ആണ് അവർ ഉൽപ്പാദിപ്പിക്കുക. അപ്പം നമ്മൾ ഇനാക്റ്റീവ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് കാരണം? അവരുടെ ജീനിൽ, അവരുടെ DNA ഉള്ളത് ആരുടെ ജീനാ? നമ്മളുടെ ജീനാണ് അല്ലെ. അതുകൊണ്ടാണ് അത് ഇനാക്റ്റീവ് അല്ലെങ്കിൽ പ്രവർത്തന സജ്ജമല്ലാത്തത്. അങ്ങനെ ഇനാക്റ്റീവ് ആയിട്ടുള്ള ജീനിനെ നമ്മൾ എന്ത് ചെയ്യും? ഇനാക്റ്റീവ് ആയിട്ടുള്ള ജീനിനെ നമ്മൾ ആ ഇനാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തന സജ്ജമല്ലാത്ത ജീന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയയിൽ നിന്നും നമ്മൾ പ്രവർത്തന സജ്ജമായ ഇൻസുലിനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക. ഒന്നുകൂടി പറയാം. നിങ്ങൾ നോക്കിക്കേ, മനുഷ്യരുടെ DNA ആണിത്. അതുപോലെ നമ്മളെ ബാക്ടീരിയയുടെ DNA ആണിത്. ബാക്ടീരിയൽ DNA, മനുഷ്യരുടെ DNA, ബാക്ടീരിയൽ DNA നമ്മളെ വ്യത്യാസം നോക്കി. ഇത് എന്താ ആകൃതിയാ? സ്പൈറൽ ആകൃതിയാണെങ്കിൽ ഇത് എന്താ ആകൃതിയാണ്? സർക്കുലാർ ആകൃതിയാണ്. അങ്ങനെ ഇതിൽ നിന്ന് നമ്മൾ എന്തിനെ കട്ട് ചെയ്തെടുക്കും? ജീനിൽ, അതായത് എന്ത് ജീനെയാ? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീനെ നമ്മൾ കട്ട് ചെയ്യും. അങ്ങനെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ച ജീനെ നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ കട്ട് ചെയ്യുക? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. അതുപോലെ നമ്മൾ പ്ലാസ്മിഡിനെ പുറത്തേക്ക് എടുത്തു. ഇനി ജീനെ നമ്മൾ എന്ത് ചെയ്യും? ലിഗേസ് യൂസ് ചെയ്ത് നമ്മൾ കൂട്ടിച്ചേർക്കും. ജോയിനിങ് ഇൻസുലിൻ ജീൻ വിത്ത് പ്ലാസ്മിഡ്. അപ്പൊ നമ്മൾ പ്ലാസ്മിഡിലേക്ക് നമ്മൾ ഇൻസുലിൻ ജീനെ നമ്മൾ എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും. എന്നിട്ട് പ്ലാസ്മിഡ് വിത്ത് ലിഗേറ്റഡ് ഇൻസുലിൻ ജീൻ ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ബാക്ടീരിയൽ സെൽ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുക? ഇൻസുലിൻ ഉള്ള ആ ഒരു ജീനുള്ള, ഇൻസുലിൻ ജീനുള്ള ആ ഒരു ജീനുള്ള DNA, ബാക്ടീരിയയുടെ DNA-യിലാണല്ലോ അതിപ്പോ ഉള്ളത് അല്ലേ. ഇപ്പൊ താക്കോൽ ആരെ കയ്യിലാണുള്ളത്? നമ്മളെ ബാക്ടീരിയയുടെ DNA-യിലല്ലേ ഇപ്പൊ ഉള്ളത് അല്ലേ. താക്കോൽ ആരെ കയ്യിലാ? ബാക്ടീരിയയുടെ കയ്യിലല്ലേ ഉള്ളത്. ആ ബാക്ടീരിയ നമ്മൾ എന്ത് ചെയ്യും? കൾച്ചർ ചെയ്യും. അതായത് നമ്മളൊരു കൾച്ചർ മീഡിയത്തിൽ വെച്ച് നമ്മൾ കൾച്ചർ ചെയ്യും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുക എന്ത് ഇൻസുലിനാ? ഇനാക്റ്റീവ്. കാരണം അവരുടെ ബോഡിയിലുള്ളത് ആരുടെ ജീനാ? ഹ്യൂമൻസിന്റെ ജീനാ. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യും? അതിനെ പുറത്തേക്ക് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആക്റ്റീവ് ആക്കി എടുക്കുകയാണ് ചെയ്യാം. അപ്പൊ മിസ് പറയുന്നത് എന്താന്ന് പറഞ്ഞാല്, ഈ ഒരു പോർഷന് എപ്പോഴും എങ്ങനെയാ ചോദിക്കാറെന്ന് പറഞ്ഞാല്, ഇപ്പൊ കുറച്ച് ഏരിയാസ് ഒക്കെ അല്ലേ മക്കള് കാണുന്നില്ലേ? കുറച്ച് ഏരിയാസ് ഒക്കെ, അതായത് ഈ ഒരു ഇപ്പൊ കട്ടിങ് ഓഫ് ഇൻസുലിൻ ജീൻ അല്ലെങ്കിൽ പ്ലാസ്മ വിത്ത് ലിഗേറ്റഡ് ഇൻസുലിൻ ജീനസ് ഇൻസേർട്ടഡ് വിത്ത് ബാക്ടീരിയ. അപ്പൊ ഈ സ്പേസ് ഒക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നാല് അവരിങ്ങനെ ഫില്ല് ചെയ്യാൻ പറയും. എന്നിട്ട് നിങ്ങൾ അത് ഫില്ല് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ ചിത്രം അങ്ങനെ തന്നെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ഇതൊരു ഷുവർ ഏരിയ ആണ് കേട്ടോ. അപ്പൊ ഒന്നും കൂടി മിസ് പറയാം. നമ്മളെ ഹ്യൂമൻ DNA-യിൽ നിന്നും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീനെ നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ഉപയോഗിച്ച് കട്ട് ചെയ്യും. പ്ലാസ്മിഡിന്റെ നമ്മളെ ബാക്ടീരിയയിലെ DNA ആയുള്ള പ്ലാസ്മിഡിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കും. നമ്മൾ നേരത്തെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ഉപയോഗിച്ച് കട്ട് ചെയ്ത ആ ജീനിനെ നമ്മൾ പ്ലാസ്മിഡിലേക്ക് ലിഗേസ് വെച്ച് കൂട്ടിച്ചേർക്കും. അങ്ങനെ ആ ഹ്യൂമൻ ജീനുള്ള ബാക്ടീരിയൽ DNA-നെ നമ്മൾ വീണ്ടും കൾച്ചർ ചെയ്യാൻ വെക്കും, വളരാൻ വെക്കും. DNA മൾട്ടിപ്ലൈ ചെയ്യും. അവരുടെ ബോഡിയിലൊക്കെ ഈ ജീൻ ഉണ്ടാവും.
പക്ഷേ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ജീൻ എന്ത് ജീനായിരിക്കും? ഇനാക്റ്റീവ് ആയിരിക്കും. അങ്ങനെ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ആക്റ്റീവ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ മക്കളെ ഇതൊരു ഷുവർ ഷോർട്ട് ഏരിയ എന്ന് മിസ് പിന്നെയും പറയാണ് കേട്ടോ. ഈ ഒരു ചിത്രം നന്നായിട്ട് മനസ്സിൽ പതിപ്പിച്ച് വെക്കണം കേട്ടോ, മറന്നു പോരുത്. ഇതെങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചാൽ എഴുതണം. പിന്നെ മിസ് വേറൊരു കാര്യം പറയാം, 1 മാർക്കിന് എപ്പോഴും ചോദിക്കുന്നതാണ് ജനറ്റിക് സിസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതും റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ഇനി ജനറ്റിക് ഗ്ലൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബ്ലാങ്ക് ചെയ്യാൻ പറയും, അതായത് ഫില്ല് ചെയ്യാൻ പറയും ഈ ഒരു ബ്ലാങ്ക്. അപ്പൊ നിങ്ങൾ എന്താ എഴുതുക? ലീക്കേജ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ എൻ്റെ മക്കൾ എന്ത് ചെയ്യാ, നന്നായിട്ട് ഈ പോർഷൻ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. അപ്പം കൂടുതൽ നിങ്ങൾക്ക് അപ്ഡേഷൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഡോക്ടർ JP's ജൂനിയർ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.